കോഴിക്കോട് വലിയങ്ങാടിയിൽ വീണ്ടും കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ അപകടം. വലിയങ്ങാടിയിലെ വാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് തൊഴിലാളികൾ ആരും സ്ഥലത്തില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ദിലിഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ദിലിഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത്തരത്തിൽ ഇങ്ങനെ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ കെട്ടിടങ്ങൾ, അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെ സമാധാനമായ മനുഷ്യർക്ക് അതിൽ കിടന്നുറങ്ങാൻ സാധിക്കും? ക്രിസ്റ്റിന, ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഒട്ടനവധി കാലപ്പഴക്കം ചെന്ന അൺഫിറ്റായ കെട്ടിടങ്ങൾ കോഴിക്കോട് വലിയങ്ങാടിയിൽ മാത്രം ഒട്ടനവധി കെട്ടിടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നൂറുകണക്കിന് തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഇടം കൂടിയാണ്. ഇവിടെ എങ്ങനെ സമാധാനത്തോടു കൂടി ഇവർക്ക് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് ഏകദേശം ഒരു 11:30 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയ ദുരന്തം. വലിയങ്ങാടിയിൽ 4 ജീവനുകൾ അവിടെ പൊലിഞ്ഞു. ആ ദുരന്തം നടന്ന കെട്ടിടത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു കെട്ടിടമാണ്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. കോഴിക്കോട് സ്വദേശി തന്നെയായ ഉമ്മറിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. ഏകദേശം 28ഓളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ അപകടം നടക്കുന്ന സമയത്ത് ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. എന്നാൽ പോലും ചുമടെടുക്കുന്ന തൊഴിലാളികളും എല്ലാവരും എപ്പോഴും ഈ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന ഒരു ഇടം കൂടിയാണ് ഇത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം 11:30 കൂടിയാണ് ഇത്തരത്തിൽ ഈ കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡിൻ്റെ കോൺക്രീറ്റ് പാളികൾ അടർന്ന് താഴേക്ക് വീണത്. ആ പാളികൾ ഇവിടുന്ന് നീക്കം ചെയ്തു. മറ്റ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന ബാക്കിയുള്ള സൺഷെയ്ഡിൻ്റെ കോൺക്രീറ്റ് പാളികൾ കുറച്ചുകൂടി ഇവിടെ ഇങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ നീക്കം ചെയ്യുകയാണ് ഇവിടെയുള്ള തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്നിട്ട്. എന്തായാലും ഏകദേശം ഈ കെട്ടിടത്തിൻ്റെ ഉടമ നമ്മളോട് പ്രതികരിച്ചത് 30 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് എന്നാണ്. എന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഇത് 30 വർഷത്തിലും മുകളിൽ പഴക്കമുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടം തന്നെയാണ്. ഇങ്ങനെ ഒട്ടനവധി കെട്ടിടങ്ങൾ ഇതുപോലെ തന്നെ വലിയങ്ങാടിയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ, കോർപ്പറേഷന് കീഴിലുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കീഴിലുള്ള കെട്ടിടങ്ങൾ കൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ മേയറുടെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. അതിൽ എത്ര കെട്ടിടങ്ങൾ കാലപ്പഴക്കം ചെന്നതാണ്, എത്ര കെട്ടിടങ്ങൾ അൺഫിറ്റാണ് എന്ന കാര്യത്തിലൊന്നും തന്നെ കോർപ്പറേഷന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ല. അതിനർത്ഥം കൃത്യമായിട്ടൊരു പരിശോധന നടന്നിട്ടില്ല എന്നത് തന്നെയാണ്. അതിൽ കൃത്യമായിട്ടുള്ളൊരു പരിശോധന നടക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം 4 ജീവനുകൾ അതിൽ പൊലിഞ്ഞു. ഇനി ഇത്തരത്തിലൊരു അപകടം ആവർത്തിച്ചുകൂടാ. അതിന് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ ഉണ്ടാകേണ്ടതാണ്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ദിലിഷ തിലകൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.